ഇതാണ് പിറ്റേ ദിവസത്തെ ക്യാഷ് ബുക്ക്. അതായത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും ഓപ്പണിംഗ് ബാലൻസ് 5,12,000 രൂപ ഇട്ടിട്ടുണ്ട്. അതായത് 21/11 ക്ലോസിംഗ് ബാലൻസ് ആയിരുന്നു ഇത്. അത് പിറ്റേ ദിവസത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് എൻ്റർ ചെയ്തു. അന്ന് പിന്നെ 22-ാം തീയതിക്കത്തെ സെയിൽ ഇവിടെ വന്നു, ഫുഡ് കോർട്ട് സെയിൽ ഇവിടെ വന്നു, അത് എല്ലാം വരവായിട്ട് വന്നു. അന്നേ ദിവസം ഒരുപാട് എക്സ്പെൻസുകൾ നടന്നിട്ടുണ്ട്. നമുക്ക് കാണാം എക്സ്പെൻസുകൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥാപനത്തിൻ്റെ ഒറിജിനൽ കണക്കാണത്. ആ കണക്കായതുകൊണ്ട് ഒരുപാട് 2 പേജിലായിട്ട് അവർക്ക് ഇനോഗ്രേഷൻ കഴിഞ്ഞ അന്നും പിറ്റേന്നുമായിട്ട് വന്ന എക്സ്പെൻസുകളായിരിക്കും ഇത്. ഓക്കെ, പിന്നെ പല എക്സ്പെൻസുകളും വന്നിട്ട് നിങ്ങൾ കാണാം. പെട്രോള്, ഓഫീസ്, ക്യാരി ബാഗ്, സപ്ലയേഴ്സിൻ്റെ പേരുണ്ട്. സി ഹർഷിത എന്നൊരു സപ്ലയറുടെ പേര് തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, അവരുടെ പേരിൽ ഇങ്ങനെ ഒരു ബാലൻസ് സിസ്റ്റത്തിലോ അവരുടെ സപ്ലയർ ബുക്കിലോ കിടക്കുന്നുണ്ടാവും 1820. അതിവിടെ ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ സപ്ലയർ ബുക്കിലും ഈ പേയ്മെൻറ്റ് കൊടുത്തതായിട്ട് ഇട്ടുകൊണ്ട് അത് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഞാൻ വിശദീകരിച്ച് അടുത്ത വീഡിയോയിൽ വിശദീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എക്സ്പെൻസുകൾ സൈഡ് ടോട്ടലാണത് 2,22,000. വരവാണത് 6,44,000 റുപ്പീസ് വരവ്. അന്നത്തെ വരവും അന്നത്തെ ചിലവും കഴിച്ച് ബാലൻസ് എമൗണ്ടാണ് 4,21,000. ഓക്കെ, ഈ എമൗണ്ട് പിന്നെയും അടുത്ത ദിവസത്തിലേക്ക് കടന്നിട്ടുണ്ട്. കണ്ടോ, ഓപ്പണിംഗ് ബാലൻസ് 23/11 ആ 4,21,000 രൂപ ഇവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് ഇട്ടു. അന്നേ ദിവസത്തെ വരവുകൾ ഈ സൈഡ് ഇട്ടു. അതിവിടെ ടോട്ടൽ ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അതേ ദിവസത്തെ ചിലവുകൾ ഈ സൈഡിലായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ടോട്ടൽ ചെയ്തു. ഇത് മൂന്നിൻ്റെയും ടോട്ടൽ ഇവിടെ, ഇതെല്ലാത്തിൻ്റെയും ടോട്ടൽ ഇവിടെ, അതിൻ്റെ ഡിഫറൻസ് ഇവിടെ. ഓക്കെ.